നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസൺ ടൂറൊക്കെ കഴിഞ്ഞ് FC ബാഴ്സലോണയിൽ തിരികെ എത്തിയ സമയമാണല്ലോ. ഇനി അടുത്ത മത്സരം ജോൻ ഗാംബർ ട്രോഫിയാണ്. ഓഗസ്റ്റ് 10-നാണ് ആ പോരാട്ടം. എതിരാളികൾ കോബോയാണ്. അത് ബാഴ്സലോണയുടെ സീസൺ ഓപ്പണറാണ്. ആ മത്സരത്തിലാണ് ആരാധകർക്ക് മുന്നിൽ ബാഴ്സലോണ തങ്ങളുടെ ഈ സീസണിലേക്കുള്ള ടീമിനെ ഒഫീഷ്യലായിട്ട് അവതരിപ്പിക്കുക. ഏതായാലും ഈ സീസണിന് മുമ്പ് FC ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് എടുക്കേണ്ട 5 വിഷയങ്ങളിൽ അദ്ദേഹത്തിന് തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നാണ് ബാഴ്സയെ വളരെ അടുത്തറിയാവുന്ന ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ഒന്ന്, ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടാണ്. അതൊരു പക്ഷേ ഇന്ന് തന്നെ തീരുമാനമാവാൻ സാധ്യതയുണ്ട് എന്ന് ചില മാധ്യമപ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അത് ഫൈനലൈസ് ചെയ്ത് വന്നിട്ടില്ല. മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ്റെ ക്യാപ്റ്റൻസി അധികം വൈകാതെ തന്നെ തെറിക്കാനാണ് സാധ്യത. അദ്ദേഹവും ക്ലബ്ബും തമ്മിൽ ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതെന്തായാലും ഇന്ന് ഒരു പക്ഷേ അതിൽ ഫൈനൽ തീരുമാനം വന്നേക്കാം. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് പുതിയ ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റിലേക്ക് ക്യാപ്റ്റനായിട്ട്, അതായത് ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് ഫ്രങ്കി ഡി യോങ്, രണ്ടാമത് റഫീഞ്ഞ, 3 അറൗഹോ, 4 പെഡ്രി, 5 ഗവി, ഈ രൂപത്തിലുള്ളൊരു ക്യാപ്റ്റൻസി ഹൈറാർക്കിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രമുഖ ജേർണലിസ്റ്റായിട്ടുള്ള ഹാവി മിഗ്വൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ തന്നെ സംഭവിച്ചേക്കാം. പക്ഷേ തീരുമാനം ഇന്നിപ്പോൾ ഏതായാലും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്നവരെ ഇനി എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും തീരുമാനം വരുമോ എന്നുള്ളതും അറിയില്ല. ടെർ സ്റ്റെഗൻ്റെ ക്യാപ്റ്റൻസി പോകാൻ തന്നെയാണ് സാധ്യത. അതിലൊരു തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ബാക്കുമാരെ തിരഞ്ഞെടുക്കുന്നതിലാണ്. നമുക്കറിയാവുന്ന പോലെ ഇനീഗോ മാർട്ടീനസ് ബാഴ്സലോണയുടെ ലാസ്റ്റ് 2 പ്രീ സീസൺ മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡിസ്കംഫേർട്ടുണ്ട്. പാവു കുബാസിയുടെ കാര്യത്തിൽ അദ്ദേഹം ഫൈനൽ ഗെയിമിൽ ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. സോ ഈ 2 പ്ലെയേഴ്സും അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളാണ്. എന്നാലും ജോൻ ഗാംബർ ട്രോഫി ആകുമ്പോഴേക്കും അവർ റെഡിയാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രീ സീസണിൽ റൊണാൾഡോ അറൗഹോ, ആൻഡ്രിയസ് ക്രിസ്റ്റ്യൻസൻ എന്നിവരും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ മികച്ച പ്രകടനം, മോശമല്ലാത്ത പ്രകടനം തന്നെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ അവരും അവരുടെ ഒരു സ്ട്രോങ് കേസ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ കുബാഴ്സി ആൻഡ് മാർട്ടീനസ് അവർ മികച്ച താരങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരല്പം കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിലൊക്കെ ഡിഫൻസ് ഷെയ്ക്കിയായ ഒരു ഫീലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്ത് തീരുമാനമായിരിക്കും കോച്ച് എടുക്കാൻ പോവുക സെൻറ്റർ ബാക്ക് കോമ്പിനേഷനിൽ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. ദെൻ മിഡ്ഫീൽഡ് സെലക്ഷനാണ് മൂന്നാമത്തെ വിഷയം. എന്ന് പറയുമ്പോൾ ബാഴ്സലോണയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് ഒരു പക്ഷേ അവരുടെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡ് ആയിരിക്കും. ആ ക്വാളിറ്റി അത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഫ്രങ്കി ഡി യോങ്, പെഡ്രി, ഈ 2 താരങ്ങളും മിഡ്ഫീൽഡിൽ നന്നായിട്ട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രീ സീസൺ ടൂറിലും അത് വളരെ ക്ലിയർ ആയിരുന്നു. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഇവർ ഓൾമോസ്റ്റ് ഇത്തവണ പ്ലേയിങ് 11ലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഗവിയുടെ പ്രീ സീസണും വളരെ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. ഒരു പക്ഷേ മോസ്റ്റ് ഇംപ്രസീവായിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയാവുന്നത് അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ മാർക്ക് കസാഡോ, അദ്ദേഹവും സ്റ്റാർട്ടിംഗ് മിഡ്ഫീൽഡർ എന്ന രൂപത്തിലേക്ക് തൻ്റെ കേസ് മുന്നോട്ടേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ആരെയൊക്കെയാണ് അവരിൽ നിന്ന് കളിപ്പിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ മാർക്ക് ബെർണാൽ, അദ്ദേഹത്തിൻ്റെ പരിക്ക് പ്രശ്നങ്ങളൊക്കെ മാറി പൂർണ്ണ സജ്ജനായിട്ട് അദ്ദേഹം വരുമ്പോൾ ഒന്നുകൂടി അവിടെ കോമ്പറ്റീഷൻ വർദ്ധിക്കും. സോ അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡിൽ തന്നെ ഡാനി ഓൾമോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡ്രോയുടെ കാര്യം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ വേണമെങ്കിൽ ഫെർമിൻ ലോപ്പസിനെ കൂടി ആ തരത്തിൽ തന്നെ കാണാം. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ ആരെയൊക്കെ കളിപ്പിക്കും അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം കോച്ച് എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ യങ്സ്റ്റേഴ്സിൽ ആരെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. കോച്ച് ഹൻസി ഫ്ലിക്ക് യുവതാരങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ എപ്പോഴും സജ്ജനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ ഏഷ്യൻ ടൂറിന് ഒരു ലോങ് ടാലൻറ്റഡ് യുവതാരങ്ങളുടെ ലിസ്റ്റ് കിട്ടുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹം 5 താരങ്ങളെയാണ് ഏഷ്യൻ ടൂറിന് പിക്ക് ചെയ്തത്. എന്ന് പറയുമ്പോൾ റൂണി ബർദറി, ജോഫ്രെ ടോഡൻസ്, ടോണി ഫെർണാണ്ടസ്, അതുപോലെ തന്നെ ഗിയോ ഫെർണാണ്ടസ്, പെഡ്രോ ഫെർണാണ്ടസ്.
അപ്പോൾ ഇതിൽ ഈ 5 പേരും അവരുടേതായിട്ടുള്ള ഏരിയകളിൽ വളരെ മികച്ച താരങ്ങൾ തന്നെയാണ്. അതിൽ ഗുയയുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിന് കുറഞ്ഞ പ്ലേയിങ് ടൈം ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ടൊറൻറ്റും ബർദഗിയും ഒക്കെ ഇഷ്ടം പോലെ പ്ലേയിങ് ടൈം ഈ ഒരു പ്രീ സീസൺ ടൂറിൽ എൻജോയ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കോച്ച് ഇനി ഒരിക്കൽ കൂടി ഫിൽട്ടർ ചെയ്ത് ആരെയൊക്കെ സീനിയർ ടീമിനോടൊപ്പം നിലനിർത്തണം, ആരെയൊക്കെ താഴേക്ക് തന്നെ പറഞ്ഞയക്കണം എന്നൊരു ചോദ്യമുണ്ട്. അത് കോച്ച് സ്വയം തീരുമാനിക്കേണ്ടതാണ്. ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് ഇപ്പം ടൊറൻസും റോയും സീനിയർ സൈഡിനോടൊപ്പം തുടരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബർദഗി ആൻഡ് ടോണി, അതിൽ ഒരാൾ തുടരാനുള്ള സാധ്യതയും കാണുന്നു. ഫൈനൽ ഡിസിഷൻ എന്തായാലും കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഡിഫെൻസീവ് ഐഡിയോളജി ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ബാഴ്സലോണയുടെ ഫ്രണ്ട്ലി മത്സരങ്ങൾ അത് വളരെ വ്യക്തമായിരുന്നു ഏഷ്യൻ ടീമുകളുമായിട്ടുള്ള. അതിൽ ചില ഘട്ടങ്ങളിലൊക്കെ ബാഴ്സയുടെ ഡിഫൻസ് വളരെ ഫ്രജൈലായിട്ട് കാണുന്നു. എതിരാളികൾ നിരവധി അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. സോ ഒരു ചേഞ്ച് ഡിഫൻസീവ് സ്ട്രാറ്റജിയിൽ തന്നെ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഫ്ലിക്ക് അതിൽ വളരെ സ്വിഫ്റ്റ്ലി വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ 5 കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന് തീരുമാനം വേണ്ടതായിട്ട് ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത്. കാത്തിരിക്കാം എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് കോച്ച് പോകുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.